വിശുദ്ധിയിലെ ജ്ഞാനത്തിലെ വിശ്വാസത്തിലെ കൂടുതൽ വളരാൻ ആഴപ്പെടാൻ ആവശ്യമായിട്ടുള്ള ബോധ്യങ്ങൾ, സാഹചര്യങ്ങൾ, ബന്ധങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ പഠിക്കുന്നത് ജീവിതത്തിൽ തേജസ്വിയായി മാറട്ടെ. മദ്യപാനം, മയക്കുമരുന്ന്, ലൈംഗിക ആസക്തികളിലായിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. അതുവഴി കുടുംബങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളിലേക്ക് അവിടുത്തെ കരുണ വർഷിക്കണമേ. How are you? In the last class we were discussing the post-fertilization events. We have already seen the development of zygote into embryo. Then the development of primary endosperm nucleus into endosperm. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് കണ്ടു. എങ്ങനെയാണ് ഫെർട്ടിലൈസേഷന് ശേഷം സൈഗോട്ട് എംബ്രിയോ ആയി മാറിയത്? ഇത് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചാണ്. അതേപോലെ തന്നെ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് എൻഡോസ്പേമായി മാറിയത് എങ്ങനെ? ആൻഡ് ഇൻ ദിസ് ക്ലാസ് വി വിൽ സീ ദി സീഡ് ഫോർമേഷൻ ആൻഡ് ഫ്രൂട്ട് ഫോർമേഷൻ. നമുക്കറിയാം പോസ്റ്റ് ഫെർട്ടിലൈസേഷന്റെ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് 4 ഏതൊക്കെയാണ്? 1 എംബ്രിയോ, 2 എൻഡോസ്പേം, 3 സീഡ്, 4 ഫ്രൂട്ട്. ഇപ്പൊ ഈ ക്ലാസ്സിൽ നമ്മൾ സീഡ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതേപോലെ ഫ്രൂട്ട് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഈ കാര്യങ്ങളാണ് കാണുന്നത്. ഫുൾ കോൺസെൻട്രേഷൻ ഇവിടെ തരണം കേട്ടോ. ഓക്കെ. ആക്ച്വലി ഹൗ ദിസ് സീഡ് ഈസ് ഫോം, ഫ്രം വയർ the seed formation takes place. ഇപ്പൊ നമുക്കറിയാം എവിടെയാണ് ഈ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്? ഓവ്യൂളിനുള്ളിലെ എംബ്രിയോസാക്കിലാണ് അല്ലേ? അപ്പൊ എംബ്രിയോസാക്കിനുള്ളിൽ നമ്മൾ കണ്ടു സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് എംബ്രിയോ ആയി, അതേപോലെ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഡെവലപ്പ് ചെയ്ത് എൻഡോസ്പേമുമായി. ഈ സമയത്ത് അതിന് പുറമെയുള്ള സ്ട്രക്ചർ, അതായത് ഓവ്യൂൾ, ദാറ്റ് ഈസ് ഡെവലപ്ഡ് ഇൻടു സീഡ്. ഓവ്യൂളാണ് സീഡായിട്ട് മാറുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഓവ്യൂളിന്റെ ഔട്ടർ ആൻഡ് ഇന്നർ ഇന്റഗ്മെന്റ്സ് എന്തായിട്ട് മാറും? സീഡിന്റെ കോട്ട്സ് ആയിട്ട് മാറും. ശ്രദ്ധിക്കണേ, സീഡിന്റെ ഒരു സ്ട്രക്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ the seed is having a seed coat that is formed of 2 layers. One is called a testa and one is called a tegmen. ശ്രദ്ധിച്ച്, സീഡിന് ഒരു സീഡ് കോട്ട് ഉണ്ട് അല്ലേ? പക്ഷെ 2 സീഡ് കോട്ട്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഏതൊക്കെയാണ് ഈ സീഡ് കോട്ട്സ് എന്ന് പറയുന്നത്? പുറമേയുള്ള സീഡിന്റെ കോട്ടിനെ നമ്മൾ വിളിക്കുന്നു ടെസ്റ്റ, ഉള്ളിലുള്ള സീഡ് കോട്ടിനെ നമ്മൾ വിളിക്കുന്നു ടെഗ്മെൻ എന്ന് പറഞ്ഞു നോക്കിയേ. എന്തൊക്കെയാണ്? ടെസ്റ്റ ആൻഡ് ടെഗ്മെൻ. ഇനിയിപ്പോ നിങ്ങൾ വലുതായി കഴിഞ്ഞ് കല്യാണം എല്ലാം കഴിഞ്ഞ് പിള്ളേർക്ക് പേരൊക്കെ ഇടാനായിട്ടുള്ള സമയത്തിരിക്കും. അവരൊക്കെ പേരുകളൊക്കെ ഇപ്പൊ യൂസ് ആയിട്ടുണ്ട്. ഇപ്പം ബൊട്ടാണിക്കൽ ഹെൽപ്പ് നിങ്ങൾക്ക് കിട്ടും. ഒരാൾക്ക് നമുക്ക് ടെസ്റ്റ എന്നും ഒരാൾക്ക് നമുക്ക് ടെഗ്മെൻ എന്നും വേണമെങ്കിൽ പേര് കൊടുക്കാം. അപ്പോൾ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. Ovule that becomes the seed. The seed is having a seed coat that will have 2 layers. The outer coat is called testa and inner coat is called tegmen. അപ്പോൾ ഈ ടെസ്റ്റ എവിടുന്നായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്? ഓവ്യൂളിന്റെ ഔട്ടർ ഇന്റഗ്മെന്റ്. അപ്പൊ നോക്കിക്കേ, ഇവിടെ നമുക്ക് എഴുതാം ഔട്ടർ ആൻഡ് ഇന്നർ ഇന്റഗ്മെന്റ്സ് അല്ലെ become the seed coats, so called testa and tegmen. ഇനിയിപ്പോ നമുക്കറിയാം ഈ സീഡ് ഉണ്ടാകുന്ന സമയത്ത് ഇതിന്റെ ഓവ്യൂളിന്റെ ഫ്യൂണിക്കിളൊക്കെ കൊഴിഞ്ഞു പോകും. ആ സ്ഥലത്ത് നമുക്കൊരു ചെറിയ പാട് കാണാം, ഒരു സ്കാർ കാണാം അല്ലെ? അപ്പൊ ഇത് ഒരു ഡൈക്കോട്ട് സീഡിന്റെ ഒരു സ്ട്രക്ചർ ഒന്ന് നമ്മൾ നോക്കി കഴിഞ്ഞാൽ, suppose this is the seed, you might have remembered the structure of ovule. ഇങ്ങനെയാണ്. Here you can see the nucellus and here you can see the embryo sac
ഇൻ വിച്ച് ദ സൈഗോട്ട് ഓൾറെഡി ഫോം ചെയ്തു. അതേപോലെ തന്നെ എൻഡോസ്പേം ഫോം ചെയ്തിട്ടുണ്ട്. സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് എംബ്രിയോ ആയി. അതേപോലെ തന്നെ പെന്റ് ഡെവലപ്പ് ചെയ്ത് എന്തായി, എൻഡോസ്പേമുമായി. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സ്ട്രക്ചറിൽ ഇതിന്റെ പുറമെയുള്ള ഈ പാർട്ടുകൾ പയ്യെ സീഡായി മാറുകയാണ്. അപ്പൊ എന്ത് ചെയ്യും, ഈ ഒരു ഭാഗത്തെ ഈ ഫ്യൂണിക്കിൾ പൊളിഞ്ഞു. The funicle may fall off, leaving a scar at its one end. ഇപ്പൊ ഇതൊക്കെ നമുക്ക് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡൈക്കോട്ട് സീഡ് ആണെങ്കിൽ സീഡ് അല്ലെങ്കിൽ പീഡ സീഡ് വരച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ സീ എ സ്കാർ ഇസ് ഹിയർ. ഇവിടെ ഇൻ ദിസ് പോർഷൻ ആക്ച്വലി ദ ഫ്യൂണിക്കിൾ വാസ് അറ്റാച്ച്ഡ്. ഫ്യൂണിക്കിൾ അറ്റാച്ച് ചെയ്ത ഭാഗമാണ്. അപ്പൊ ഫ്യൂണിക്കിൾ ഒന്ന് പൊളിഞ്ഞു പോയി. ആ ഭാഗത്ത് യു ക്യാൻ സീ എ സ്കാർ. ആ റീജിയൻ നമ്മൾ എന്തായിരിക്കും പറയുന്നത്, ഇവിടെ ഫ്യൂണിക്കിള് ഓവിയോളിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഭാഗത്തിന് വിളിച്ച പേരെന്താ ഓർക്കുന്നുണ്ടോ? ഈ ഭാഗം ദാറ്റ് ഈസ് ഹൈലം അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ഹൈലം എന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന്റെ ഈ എൻഡിൽ യു ക്യാൻ സീ ആൻ ഓപ്പണിംഗ്. അറ്റ് വൺ എൻഡ് ഓഫ് ദ സീഡ് യു ക്യാൻ സീ ആൻ സ്മോൾ ഓപ്പണിംഗ്. ദാറ്റ് ഈസ് കോൾഡ് മൈക്രോപൈൽ. ദിസ് വിൽ ബി ദ മൈക്രോപൈൽ. And this will be the hilum. This is the place where the ovule was attached. ഇനി ഒരു സീഡില് എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് നമുക്കറിയാം. സീഡിന് പുറമെ ഔട്ടർ ആൻഡ് ഇന്നർ ഇന്റർമെന്റ് സീഡ് കോട്ടായിട്ട് മാറിയിട്ടുണ്ട്. ആൻഡ് ദിസ് ആർ സീൻ വെരി ക്ലോസ് ടുഗദർ. Okay, here you can see an opening, that is the micropyle, and here you can see a scar that is called a hilum. Okay, ഈ സീഡിനുള്ളിൽ എന്തൊക്കെ കാണും? The seed encloses two important parts. എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഈ ഓവിഡിനുള്ളിൽ ഇത് കാണുന്ന സാധനം എന്താണ്? Yes, it is embryo. That is the most important part of the seed. But seed encloses, seed coats encloses. എന്താണ്? ഒന്ന് embryo. പിന്നെ രണ്ടാമത്തെ എന്താണ്? ഇപ്പൊ യങ് സീഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻഡോസ്പേം കൂടെ കാണാനായിട്ട് പറ്റും. എൻഡോസ്പേം. ഇപ്പൊ എംബ്രിയോ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ എൻഡോസ്പേം in many cases the endosperm will be completely used up by the developing embryo അല്ലേ. അങ്ങനെയുള്ള സീഡിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? നോൺ എൻഡോസ്പെർമസ് സീഡ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുകൊള്ളുക. ഒരു ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ ഓവിയോള് ആണ് സീഡായിട്ട് മാറുന്നത്. ഓക്കെ, ആ സമയത്ത് ഓവിയോളിന്റെ ഔട്ടർ ആൻഡ് ഇന്നർ ഇന്റർഗ്യുമെന്റ്സ് സീഡിന്റെ കവറിംഗ് ആയ സീഡ് കോട്ട്സ് ആയിട്ട് മാറുന്നു. അതിന് ടെക്നിക്കലി കോൾഡ് ടെസ്റ്റ ആൻഡ് ടെക്മൻ. ഇത് രണ്ടും വളരെ അടുത്തായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി അതിനുള്ളിൽ കാണുന്ന പ്രധാനപ്പെട്ട സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് എംബ്രിയോയാണ്. സൈഗോട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ട് എംബ്രിയോ. ഇനി എംബ്രിയോയ്ക്ക് ഭക്ഷണമായിട്ട് മാറേണ്ട എംബ്രിയോയുടെ ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിറ്റീവ് ടിഷ്യൂ ആയിട്ട് പെൻ ഡെവലപ്പ് ചെയ്ത് എൻഡോസ്പേം ഉണ്ടാകുന്നുണ്ട്. അപ്പം സീഡ് ഉള്ളില് പ്രധാനമായിട്ട് കാണുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് എംബ്രിയോ, ഒന്ന് എൻഡോസ്പേം. ഇനി ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്ന ഒരു കാര്യങ്ങൾ എന്ന് പറയുകയാണ്, എംബ്രിയോയുടെ പാർട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് എംബ്രിയോയുടെ പാർട്ട്? ദ എംബ്രിയോ ഹാസ് ടു പാർട്സ്. ഒന്ന് ആക്സിസ് ആണ്, എംബ്രിയോണൽ ആക്സിസ് എന്ന് നമ്മൾ പറയും. പ്രൈമറി ആക്സിസ് എന്നും പറയാം. എംബ്രിയോണൽ ആക്സിസ് or primary axis or we can say axis. ഇപ്പൊ എംബ്രിയോയ്ക്ക് രണ്ട് പാർട്ട്, ഒന്ന് ആക്സിസ്, ഒന്ന് കോട്ടിലിഡൻസ്. ഇനി ഈ സീഡിന്റെ രണ്ട് തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ നമ്മൾ കാണാൻ പോവാണ്. ഒന്ന് കോട്ടിലിഡന്റെ നമ്പറിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ എന്നുള്ളതാണ്. രണ്ട് എൻഡോസ്പേമിന്റെ പ്രസൻസ് ഓർ ആബ്സെൻസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ കാണാം. എൻഡോസ്പേം പ്രസന്റ് ഓർ ആബ്സെന്റ്. അപ്പൊ നോക്കിക്കേ, നമ്മള് പയ്യെ ഡെവലപ്പ് ചെയ്യുകയാണ്. സീഡിന്റെ സ്ട്രക്ചർ നമ്മൾ കണ്ടു. സീഡ് കോട്ട്, ഉള്ളിൽ എംബ്രിയോ, ദെൻ എൻഡോസ്പേം.
ഇനി ക്ലാസിഫിക്കേഷനിലേക്ക് നമ്മൾ പോവുകയാണ്. രണ്ട് കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് സീഡിനെ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന്, എംബ്രിയോയുടെ കോട്ടിലിഡന്. എംബ്രിയോയ്ക്ക് രണ്ട് ഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണ്? പ്രൈമറി ആക്സിസ് ഓർ എംബ്രിയോണൽ ആക്സിസ് അല്ലെ, ആൻഡ് കോട്ടിലിഡൻസ്. അപ്പോൾ ചില സീഡിൽ നമുക്ക് ഒരു കോട്ടിലിഡൻ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എഴുതാം based on the number of cotyledons present in a seed. പറയാമോ നിങ്ങൾക്ക് ഏതൊക്കെയായിരിക്കാം ക്ലാസിഫിക്കേഷൻ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഏതൊക്കെയാണ്? ഡൈകോട്ടിലിഡൻസും മോണോകോട്ടിലിഡൻസും. ഇറ്റ് ഈസ് വെരി ക്ലിയർ. ഇപ്പൊ നമ്പർ ഓഫ് കോട്ടിലിഡനെ ബേസ് ചെയ്ത് രണ്ട് തരത്തിലുള്ള സീഡ് ആൻജിയോസ്പേമിൽ ഉണ്ടാകുന്നത്. ഒന്ന് ഡൈകോട്ട് സീഡ്സ് എന്ന് നമ്മൾ പറയും, ഒന്ന് മോണോകോട്ട് സീഡ്സ് എന്ന് നമ്മൾ പറയും. അപ്പോൾ ഒരു കോട്ടിലിഡനെ സീഡിനുള്ളിലുള്ളൂ എങ്കിൽ എന്താണ്? ദാറ്റ് ഈസ് മോണോകോട്ടിലിഡൻ. അതേപോലെ തന്നെ രണ്ട് കോട്ടിലിഡൻസ് ഉണ്ട് എങ്കിൽ ആ സീഡ് നമുക്ക് ഡൈക്കോട്ട് സീഡ് എന്ന് പറയാനായിട്ട് പറ്റും. അത് ഡെവലപ്പ് ചെയ്തുണ്ടാകുന്ന പ്ലാന്റ് ആണ് നമ്മൾ ഡൈക്കോട്ട് പ്ലാന്റ്സ് അല്ലെ ഡൈക്കോട്ടിലിഡൻസ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷന്റെ ക്രൈറ്റീരിയൻ എന്താണ്? ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് എൻഡോസ്പേം. സീഡിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അതിൽ എൻഡോസ്പേം ഉണ്ട്. നമ്മൾ കണ്ടു ഡബിൾ ഫെർട്ടിലൈസേഷൻ ആണ് ആൻജിയോസ്പേമിൽ നടക്കുന്നത്. അതുകൊണ്ട് ഡബിൾ ഫെർട്ടിലൈസേഷന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒന്ന് സൈഗോട്ടും ഒന്ന് പെന്നുമാണ്. അതുകൊണ്ട് പെൻ ഡെവലപ്പ് ചെയ്ത് എൻഡോസ്പേം ഉണ്ടാകുന്നുണ്ട്. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് എൻഡോസ്പേം ഉണ്ടാകുന്നത് എന്ന്. പക്ഷേ ഈ ഉണ്ടാകുന്ന എൻഡോസ്പേം തന്നെ ചിലപ്പോൾ കംപ്ലീറ്റ്ലി യൂസ് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ദി എംബ്രിയോ. ഇപ്പൊ എംബ്രിയോ ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ ചില സീഡിൽ എന്തില്ലാതാകും? എൻഡോസ്പേം ഇല്ലാതാകും. കാരണം ദാറ്റ് ഈസ് ഓൾറെഡി യൂസ്ഡ് അപ്പ് ബൈ ദി ഡെവലപ്പിംഗ് എംബ്രിയോ. അപ്പോൾ അങ്ങനെയുള്ള സീഡ്സിൽ എന്തുണ്ടാവില്ല? എൻഡോസ്പേം ഉണ്ടാകില്ല. അങ്ങനെയുള്ള സീഡിനെ വിളിക്കുന്ന പേരാണ് നോൺ എൻഡോസ്പേമസ് സീഡ്. വിളിച്ചേ നോൺ എൻഡോസ്പേമസ് സീഡ്. ഓക്കെ. അല്ലെങ്കിൽ അതിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് എക്സ് ആൽബുമിനസ് സീഡ്. എക്സ് ആൽബുമിനസ് സീഡ്. മിക്കവാറും ഡൈക്കോട്ട് സീഡ്സ് നോൺ എൻഡോസ്പേമസ് ഓർ എക്സാൽബുമിനസ് സീഡ്സിന് എക്സാമ്പിൾ ആയിരിക്കും. ഏത് സീഡ്സ് ആണ്? ഡൈക്കോട്ട് സീഡ്സ്. അതിന് കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾസ് പീയുടെ സീഡ്, ബീനിന്റെ സീഡ്, ഇതൊക്കെ നോൺ എൻഡോസ്പേമസ് സീഡിന് എക്സാമ്പിള്. അല്ലെങ്കിൽ എക്സാൽബുമിനസ് സീഡ്സിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. എന്നാൽ ഇതിന് ചില എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ കാസ്റ്റർ എടുക്കുക. കാസ്റ്റർ എന്ന് പറയുന്നത് ആവണക്ക് എന്ന് പറയുന്ന പ്ലാന്റാണ്. അപ്പൊ ആവണക്കിന്റെ സീഡ്, കാസ്റ്റർ സീഡ് എടുത്തു കഴിഞ്ഞാൽ അത് ഡൈക്കോട്ട് പ്ലാന്റ്. അപ്പൊ ഇതൊരു ഡൈക്കോട്ട് പ്ലാന്റ് ആണെങ്കിലും ഹിയർ യു ക്യാൻ സീ ദ പ്രസൻസ് ഓഫ് എൻഡോസ്പേം. ഒരു ഫാറ്റി എൻഡോസ്പേം ഉണ്ട്. നമുക്കറിയാം അതിൽ നിന്നാണ് ആവണക്ക് ഓയിൽ അല്ലെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ ഓയിൽ എന്ന് പറയുന്നത് ശരിക്കും ദാറ്റ് ഈസ് ദ റിസർവ് ഫുഡ്, ദാറ്റ് ഈസ് ദ എൻഡോസ്പേം. അപ്പൊ എൻഡോസ്പേമസ് ആയിട്ടുള്ള ഒരു ഡൈക്കോട്ട് സീഡാണ് കാസ്റ്റർ. ദിസ് ഈസ് ആൻ എക്സെപ്ഷണൽ കേസ്. അപ്പൊ നോർമലി ഡൈക്കോട്ട് സീഡ്സ് വിൽ ഹാവ് നോൺ എൻഡോസ്പേമസ് സീഡ്സ് ഓർ എക്സാൽബുമിനസ് സീഡ്സ്. ക്ലിയർ ആണല്ലോ? ഇനിയിപ്പോ രണ്ടാമത്തെ കേസ് നമ്മൾ കാണുകയാണ്. The endosperm, even after the formation of the embryo, the endosperm persists. അപ്പോൾ എംബ്രിയോയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് മുഴുവനായിട്ടും എൻഡോസ്പേം യൂട്ടിലൈസ് ചെയ്യപ്പെട്ടിട്ടില്ല. എസ്പെഷ്യലി മോണോകോട്ട് സീഡ്സ് എടുക്കുകയാണെങ്കിൽ, നമ്മുടെ വീറ്റിന്റെ സീഡ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, റൈസിന്റെ സീഡ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, മെയ്സിന്റെ സീഡ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ നമ്മുടെ എഡിബിൾ പാർട്ട് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ എൻഡോസ്പേം. സാധാരണ നമ്മൾ പറയും പ്ലാന്റ് അതിന്റെ വറുതിയുടെ കാലത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന റിസർവ് ഫുഡാണ് നമ്മൾ അടിച്ചു മാറ്റി ഉപയോഗിക്കുന്നത്. അപ്പൊ എന്തൊരു ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ ചുറ്റുമുള്ള പ്ലാന്റ്സിൽ നിന്ന് ഓർക്കണം. അപ്പോൾ ഈ പ്ലാന്റിന്റെ എൻഡോസ്പേമാണ് നമ്മളിപ്പോൾ സ്റ്റാപ്പിൾ ഫുഡായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് അത്തരത്തിൽ നമുക്ക് സ്റ്റോർ ചെയ്യാനും, ഇനി അത് മാത്രമല്ല നെക്സ്റ്റ് അല്ലെ സീസണില് അതിൽ നിന്ന് വീണ്ടും ചെടികളെ ഉത്പാദിപ്പിക്കാനും ഒക്കെ
ഈ സീഡ്സ് സഹായിക്കുന്നുണ്ട്. സോ സീഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ അത് നമ്മൾ അടുത്ത നോൺ എൻഡോസ്പെർമസ് സീഡ് കണ്ടു. അടുത്ത എൻഡോസ്പെർമസ് സീഡ്. എൻഡോസ്പെർമസ് സീഡ് എന്താണ്? എൻഡോസ്പെർമസ് സീഡിൽ പറയുന്ന മറ്റൊരു പേര് ഗസ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ നേരത്തെ കണ്ടു നോൺ എൻഡോസ്പെർമസ് സീഡ് എന്ന് പറയുന്നത് എക്സാൽബുമിനസ് സീഡ്. ഇവിടെ നമ്മൾ പറയുന്നു ആൽബുമിനസ് സീഡ്. ആൽബുമിനസ് സീഡ് എക്സാമ്പിൾ ഏതാണ്? മോണോകോട്ട് സീഡ്സ്. അതിന് എക്സാമ്പിൾ ഏതാണ്? നിങ്ങളുടെ പുസ്തകത്തിലൊക്കെ ഡയഗ്രാം പ്രധാനമായിട്ട് കാണിച്ചിരിക്കുന്ന മെയ്സിന്റെ സീഡാണ്. അപ്പൊ മെയ്സ് അല്ലെ, അതുപോലെ റൈസ്, വീറ്റ് അല്ലെ, സീരിയൽസ്, ഗ്രെയിൻസ് ഒക്കെ യഥാർത്ഥത്തിൽ മോണോകോട്ട് സീഡാണ്. ഇവിടെ നമുക്ക് വൺ സീഡഡ് ആയിട്ടുള്ള ഫ്രൂട്ടും കാണാനായിട്ട് പറ്റും. അതിന്റെ ഫ്രൂട്ട് കോളും സീഡ് കോട്ടും ഒക്കെ ഫെയർ ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു രീതിയിലാണ് അവിടെ കാണുന്നത്. ഡിസ്കസ് ചെയ്ത്. അപ്പോ ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യം ഇതാണ്. ഓവ്യൂൾ ഡെവലപ്പ് ചെയ്ത സീഡ് ഉണ്ടാകുന്നു. നോർമലി സീഡിന് രണ്ട് കോഡ്സ് ഉണ്ട് അല്ലെ, ടെസ്റ്റ് ആൻഡ് ടെക്മൻ. അതിനുള്ളിൽ കാണുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് എംബ്രിയോ, രണ്ട് കോട്ടിലിഡൻസ്. കോട്ടിലിഡൻസിന്റെ നമ്പറിനെ ബേസ് ചെയ്തുകൊണ്ട് രണ്ട് തരത്തിലുള്ള സീഡ്സ്, രണ്ട് തരത്തിലുള്ള പ്ലാന്റ്സ് ഉണ്ട്. ശരി, രണ്ട് കോട്ടിലുണ്ട് ഡൈക്കോട്ട് സീഡ്, ഒരു കോട്ടിലുള്ള മോണോകോട്ട് സീഡ്. ക്ലിയർ? ഇതേപോലെ presence or absence of endosperm in a mature seed, the seed can be classified into two different types. One is called endospermous seeds. എന്താണ് endospermous seeds? Endospermous seeds are seeds which are having endosperm. ആ സീഡിനുള്ളിൽ endosperm ഉണ്ട്. Even after the development of embryo, if endosperm persists in a seed, such a type of seeds are called endospermous seeds or albuminous seeds. An example are monocotyl seeds, example maize, rice, wheat. Clear? In ചില കേസിൽ സീഡ് mature ആയി കഴിയുമ്പോഴത്തേക്കും the endosperm will be completely used up. അപ്പോൾ resulting ആയിട്ടുള്ള seeds will not have any endosperm. Such seeds are called endospermous seeds. Sorry, non-endospermous seeds or ex-albuminous seeds. Example, dicot seeds. Next we are going to discuss the structure of seeds. വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ഈ ഡൈക്കോട്ട് സീഡിന്റെ അല്ലെങ്കിൽ നോൺ എൻഡോസ്പെർമസ് സീഡിന്റെ അതേപോലെ തന്നെ മോണോകോട്ട് സീഡിന്റെ അല്ലെങ്കിൽ എൻഡോസ്പെർമസ് സീഡിന്റെ സ്ട്രക്ചർ പെട്ടെന്നൊന്ന് കാണാനായിട്ട് പോകാം. അപ്പോൾ ഓൾറെഡി ഞാൻ നേരത്തെ ഒന്ന് കാണിച്ചായിരുന്നു. ഈ എൻഡോസ്പെർം കൂടാതെ സീഡിലുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണ്? എംബ്രിയോ അല്ലെ. എംബ്രിയോക്ക് എന്തൊക്കെയുണ്ടെന്നാണ് പറഞ്ഞത്? ഒരു ആക്സിസ് ഉണ്ട്. ഇതൊരു സീഡില് സപ്പോസ് എംബ്രിയോ, ഇത് എംബ്രിയോ, ഈ എംബ്രിയോയുടെ ആക്സിസ് ആണെന്ന് വിചാരിക്കുന്നത്. ഈ ആക്സിസിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ശ്രദ്ധിച്ചേക്കണേ. എംബ്രിയോയുടെ പാർട്സിലേക്ക് നമ്മളൊന്ന് വരികയാണ്. ഇപ്പൊ സീഡിനുള്ളിൽ എംബ്രിയോ ഉണ്ട്, ആ എംബ്രിയോയുടെ പാർട്സിലേക്ക് ഞാൻ വരികയാണ്. ഇത് എംബ്രിയോയുടെ ആക്സിസ് ആണ്. ഈ ആക്സിസിന്റെ അപ്പർ പാർട്ട് ഈസ് കോൾഡ് പ്ലൂമ്യൂൾ, ഫ്രം വിച്ച് പ്ലൂമ്യൂൾ ഫ്രം വിച്ച് ദ ഷൂട്ട് സിസ്റ്റം അറൈസസ്. ദിസ് വെരി ഇമ്പോർട്ടന്റ്. എംബ്രിയോയുടെ ആക്സിസിന്റെ അപ്പർ പാർട്ടായ പ്ലൂമ്യൂളിൽ നിന്നാണ് സ്റ്റെം അല്ലെ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഗ്രൗണ്ട് ലെവലിൽ കാണുന്ന സ്ട്രക്ചേഴ്സ് നമ്മൾ പറയുന്നത് ഷൂട്ട് എന്നാണ് പറയുന്നത് അല്ലെ, ഷൂട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അതേപോലെ തന്നെ എംബ്രിയോയുടെ ലോവർ പാർട്ടിന് ഒരു പാർട്ട് ഉണ്ട്. ലോവർ പാർട്ടിന് പറയുന്ന പേര് എന്താണ്? റാഡിക്കിൾ എന്നാണ്. എന്താണ്? റാഡിക്കിൾ. അവിടെ നിന്ന് എന്തായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്? ഫ്രം വിച്ച് ദ റൂട്ട്സ് ആർ ഡെവലപ്പിംഗ്. അപ്പൊ നോക്കിക്കേ, റാഡിക്കിളിൽ നിന്ന് റൂട്ട്സ്, പ്ലൂമ്യൂളിൽ നിന്ന് ഷൂട്ട്. ഇത് എംബ്രിയോയുടെ ഭാഗമാണ്. ശരി, ഇനി എംബ്രിയോയ്ക്ക് എന്താണുള്ളത്? എംബ്രിയോയ്ക്ക് രണ്ട് കോട്ടിലിഡൻസ്. ദീസ് ആർ ദ കോട്ടിലിഡൻസ്. ഇതാണ് ഡൈക്കോട്ടിന്റെ പ്രത്യേകത. ഡൈക്കോട്ടിലിഡൻസ്, കോട്ടിലിഡൻ അല്ലെ. ഇത് സിംഗിൾ കോട്ട്, ഇത് സ്ഥാനത്തെ കോട്ട്. അപ്പൊ രണ്ട് കോട്ടിലിഡൻ.
അപ്പോൾ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു എംബ്രിയോയുടെ ഭാഗം ഒന്ന് എംബ്രിയോണൽ ആക്സിസ് ഓർ പ്രൈമറി ആക്സിസ് ഓർ ആക്സിസ്. അതിന് തന്നെ രണ്ട് ഭാഗങ്ങൾ, അപ്പർ പാർട്ട് ഈസ് കോൾഡ് പ്ലൂമർ, ലോവർ പാർട്ട് ഈസ് കോൾഡ് റാഡിക്കൽ. ദെൻ എംബ്രിയോയിൽ കാണുന്ന കാര്യം കോട്ടിൽഡൺ ആണ്. അതൊരു സിംഗിൾ കോട്ടിൽഡണേ ഉള്ളൂ എങ്കിൽ മോണോകോട്ട്. രണ്ട് കോട്ടിൽഡൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡൈക്കോട്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിന്റെ ഫോർമേഷൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എംബ്രിയോണൽ ആക്സിസിൽ കോട്ടിൽഡണ് മുകളിൽ കാണപ്പെടുന്ന റീജിയൻസിനെ നമ്മൾ എപ്പിക്കോട്ടയിൽ നിന്നും, അതേപോലെ തന്നെ ദി അറ്റാച്ച്മെന്റ് ഓഫ് കോട്ടിൽഡൺ ആക്സിസില് കോട്ടിൽഡൺ അറ്റാച്ച് ചെയ്തിരിക്കുന്ന താഴെ കാണപ്പെടുന്ന ഈ ഭാഗത്തിനെ നമ്മൾ ഹൈപ്പോകോട്ടയിൽ എന്നും നമ്മൾ കണ്ടതാണ്. ഇപ്പൊ ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് എ ഡൈക്കോട്ടോസീഡ്. അപ്പൊ ഇതൊരു ഡൈക്കോട്ടോസീഡാണ്. ബീൻ സീഡ് എക്സാമ്പിൾ ഫോർ എ ഡൈക്കോട്ടോസീഡ്, അല്ലെ പീയുടെ സീഡ് അല്ലെ. ഇവിടെ നിങ്ങൾക്ക് ടെസ്റ്റ ആൻഡ് ടെക്മെൻ കോട്ട് കാണാം. ഹിയർ യു ക്യാൻ സീ ദ ഓപ്പണിംഗ്. ഇതാണ് പിന്നീട് വാട്ടറിനെയൊക്കെ അബ്സോർബ് ചെയ്യുന്നത്, എയറിനെയൊക്കെ അബ്സോർബ് ചെയ്യുന്ന ഭാഗമായിട്ട് സീഡ് കാണുന്നതാണ്. ആൻഡ് ഈ ഓവിയോട് ഡിറ്റാച്ച് ചെയ്ത് പോയ ഭാഗത്ത് കാണുന്ന ഈ ഭാഗത്തിന്, അതുകൊണ്ട് തന്നെ അതൊരു കോൺകേവിറ്റി ഉണ്ട്. ഇത് കുറച്ച് കുഞ്ഞായിരിക്കും ഭാഗം ഇരിക്കുന്നത്. അത് അവിടെ ആയിരുന്നു ഓവിയോട് അറ്റാച്ച് ചെയ്തത്. അതിന് നമ്മൾ ഹൈലം എന്ന് പറയും അല്ലേ. ആൻഡ് ദിസ് ഈസ് ദി മൈക്രോപൈൽ. ഇനി ഡൈക്കോട്ടോസീഡിനെ സംബന്ധിച്ച് എന്തില്ല? എൻഡോസ്പെം ഈസ് കംപ്ലീറ്റ്ലി ആബ്സെന്റ്, ദാറ്റ് ഈസ് ഓൾറെഡി യൂസ്ലെസ്. ആദ്യത്തെ സ്റ്റേജിലുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ പിന്നെ എന്തേ ഉള്ളൂ? എംബ്രിയോയാണ്, എൻഡോസ്പെം ഇല്ല അല്ലെ. എംബ്രിയോക്ക് ഏതൊക്കെ ഭാഗങ്ങളുണ്ട് അതാണ് ഞാൻ ഇവിടെ കാണിച്ചത്. ഇതിനകത്ത് എംബ്രിയോ, ഈ എംബ്രിയോയ്ക്ക് ആക്സിസ് ആൻഡ് കോട്ടിൽഡൺസ്, രണ്ട് കോട്ടിൽഡൺസ്. ഓക്കെ, ഇനി നമ്മൾ മെയ്സ് സീഡിന്റെ സ്ട്രക്ചർ മോണോകോട്ട് സീഡിന്റെ സ്ട്രക്ചറായിട്ട് കാണുവാണ്, എൻഡോസ്പെം സീഡിന്റെ സ്ട്രക്ചറായിട്ട് കാണുകയാണ്. അതോടുകൂടി സീഡ് കഴിയും. ഓക്കെ, അപ്പൊ മോണോകോട്ട് സീഡിന്റെ സ്ട്രക്ചർ നമ്മൾ കാണാനായിട്ട് പോവാണ്. അത് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത് മെയ്സ് സീഡാണ് കേട്ടോ. ചോളത്തിന്റെ സീഡ്. ഇവിടെ ഈ സീഡില് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സീഡിന്റെ കോട്ടും അതേപോലെ തന്നെ ഇതിന് പുറമേയുള്ള ഒരു ഫ്രൂട്ട് ബോളും തമ്മിൽ ഫേമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് നമുക്ക് കാണാനായിട്ട് വരും. വൺ സീഡ് ആയിട്ടുള്ള ഇതിന്റെ മേജർ പാർട്ട് ദാറ്റ് ഈസ് ഒക്കുപ്പൈഡ് ബൈ ദ എൻഡോസ്പെം. അപ്പോൾ ഇത് എൻഡോസ്പെം സീഡിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഈ സീഡിലെ മേജർ പോർഷൻ that is occupied with the reserve food, the endosperm. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഉള്ളിന് നിറയെ സ്റ്റാർച്ചി ആയിട്ടുള്ള എൻഡോസ്പെം ആയിരിക്കും. That will be lined with the proteinaceous endosperm. ശ്രദ്ധിക്കണേ സാറെന്താണ്? ഇപ്പൊ രണ്ട് തരത്തിലുള്ള റിസർവ് ഫുഡ് നമുക്ക് ഈ മോണോകോട്ട് സീഡില് കാണാനായിട്ട് പറ്റും, മെയ്സ് സീഡിൽ കാണാനായിട്ട് പറ്റും. ഒന്ന് പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള റിസർവ് ഫുഡും സ്റ്റാർച്ചി ആയിട്ടുള്ള റിസർവ് ഫുഡും അല്ലെ. ഈ പുറമെ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ദിസ് വിൽ ബി ദ പ്രോട്ടീനേഷ്യസ് റിസർവ് ഫുഡ്. അതിനെ വിളിക്കുന്ന പേര് അലിയൂറോൺ ലെയർ എന്നാണ്. അലിയൂറോൺ സംതിങ് റിലേറ്റഡ് വിത്ത് പ്രോട്ടീൻ. സെല്ലിലൊക്കെ ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് നമ്മൾ അലിയൂറോപ്ലസ് എന്ന് വിളിക്കുന്നുണ്ട്. സെൽ സ്ട്രക്ചറിൽ നമ്മൾ കാണും. ഇതെന്താണ്? അലിയൂറോൺ ലെയർ. ഇത് റിസർവ് ഫുഡാ ഇൻ ദ ഫോം ഓഫ് പ്രോട്ടീൻ എന്നേ ഉള്ളൂ. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം അലിയൂറോൺ ലെയറിൽ ഏത് തരത്തിലുള്ള ഫുഡാണ് പ്രിസർവ് ചെയ്തിരിക്കുന്നത്. എന്താണ്? പ്രോട്ടീനേഷ്യസ് ആണ്. ഇനി ഉള്ളിൽ നിറയെ കാണുന്നത് സ്റ്റാർച്ചി എൻഡോസ്പെം ആയിരിക്കും കേട്ടോ. ദിസ് പാർട്ട് സ്റ്റാർച്ചി എൻഡോസ്പെം. ക്ലിയർ ആണോ? ഇനി എപ്പോൾ so that the embryo is pushed towards one side. ഇപ്പൊ എൻഡോസ്പെം കൂടുതൽ ഭാഗത്തും ഇങ്ങനെ ഒക്കുപ്പൈ ചെയ്ത് കാണുന്നത് കൊണ്ട് പാവം എംബ്രിയോ ഒരു സൈഡിലേക്ക് പുഷ്ഡപ്പായിട്ട് മാറ്റിയിരിക്കും. ഹിയർ യു ക്യാൻ സീ ദി എംബ്രിയോ. എംബ്രിയോയ്ക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ട് നമ്മൾ കണ്ടു. ഒന്ന് ആക്സിസ് ഉണ്ട്, ഒന്ന് കോട്ടിൽഡൺ ഉണ്ട്. ഇവിടെ എത്ര കോട്ടിൽഡൺസ് ഉണ്ടായിരിക്കും മോണോകോട്ട് സൈഡില്? അതിന് എക്സാമ്പിൾ ആയിട്ടുള്ള മെയ്സ് സൈഡില് എത്ര കോട്ടിൽഡൺസ് കാണും? ഓക്കെ, എത്രയേ ഉള്ളൂ? ഒരു കോട്ടിൽഡൺ ഉണ്ട്.
സിംഗിൾ കോട്ടഡ്. ഈ കോട്ടഡിന്റെ പ്രത്യേകത, സിൻസ് the seed has enormous endosperm, കോട്ടിലിടലില് ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പൊ നമുക്കറിയാം ഈ നോൺ എൻഡോസ്പെർം സീഡില്, ഡൈക്കോട്ട് സീഡില് അവിടെ റിസർവ് ഫുഡ് പിന്നീട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് കോട്ടിലിടലായിരിക്കും. അതുകൊണ്ട് കോട്ടിട കുറച്ചും കൂടെ തിക്കായിരിക്കും. ബട്ട് ഹിയർ ദ കോട്ടിലിടൽ ഇസ് വെരി തിൻ ആൻഡ് പേപ്പറി എന്നാണ് പറയുന്നത്. കോട്ടിട വളരെ തിന്നായിരിക്കും, പേപ്പറി ആയിരിക്കും. ആൻഡ് ദിസ് പ്ലേറ്റ് ലൈക്ക് ഓർ ഷീൽഡ് ലൈക്ക്, ഒരു പ്രത്യേക ഷേപ്പിലും കൂടി ആയിരിക്കും. ഒരു പ്ലേറ്റിലേക്ക് ആയിട്ടുള്ള, ഷീൽഡിലേക്ക് ആയിട്ടുള്ള, തിന്നായിട്ടുള്ള, പേപ്പറി ആയിട്ടുള്ള സിംഗിൾ കോട്ടിൽഡൻ ഓഫ് മൈസീഡ് ഓർ മോണോകോട്ട് സീഡ് ഈസ് കോൾഡ് സ്ക്യൂട്ടല്ല. ഒരു പ്രത്യേക ടെക്നിക്കൽ ടൈം ആണ്. So here you can see the shield like or plate like cotyledon and this is called scutellum. ഒന്ന് വിളിച്ചേ, സ്ക്യൂട്ടല്ലം. ചിലപ്പോൾ ചോദിക്കാം, വാട്ട് ഈസ് സ്ക്യൂട്ടൽ? The shield like or plate like single cotyledon of monocot seeds can be called as scutellum. ഇനി ഇവിടെ നമുക്കറിയാം, ഇവിടെ എന്തായിരിക്കും കാണുന്നത്? എംബ്രിയോണൽ ആക്സിസ് അല്ലേ? ഈ എംബ്രിയോണൽ ആക്സിസിൽ നമുക്കറിയാം അപ്പർ പാർട്ട് ഈസ് കോൾഡ് പ്ലൂമ്യൂൾ. ഞാൻ നേരത്തെ പറഞ്ഞത് അവിടെ നമ്മൾ നേരത്തെ കണ്ടു. ദ പ്ലൂമ്യൂൾ ദാറ്റ് വിൽ ബി കവേർഡ് വിത്ത് ഓർ പ്രൊട്ടക്റ്റഡ് വിത്ത് എ ഷീറ്റ്. ഇലീഫ് പ്രൈമോഡിയൊക്കെ കവർ ചെയ്തുകൊണ്ട് പോളിയോപ്റ്റൈൽ എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്. പോളിയോപ്റ്റൈൽ, ദിസ് പാർട്ട് ഈസ് ദ പ്ലൂമ്യൂൾ. അതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു പ്രൊട്ടക്റ്റീവ് ഷീറ്റ് ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് പോളിയോപ്റ്റൈൽ. അതേപോലെ തന്നെ ഇവിടെ എംബ്രിയോണൽ ആക്സിസിന്റെ ലോവർ പാർട്ട് നമ്മൾ സാധാരണ പറയുന്നതാണ് റാഡിക്കിൾ അല്ലെ? ഈ റാഡിക്കിളിനെ കവർ ചെയ്തും ഒരു പ്രൊട്ടക്റ്റീവ് ഷീറ്റ് ഉണ്ട്. ആൻഡ് ദിസ് ഷീറ്റ് ഈസ് കോൾഡ് പോളിയോറൈസം. എന്താണ്? പോളിയോറൈസം. ആൻഡ് ദിസ് ഈസ് ദി സ്ട്രക്ചർ ഓഫ് മേസേജ്. ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് monocot seed and this is the structure of endosperm seed. ക്ലിയർ ആണോ? സീഡ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തത് നമ്മൾ ലാസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റിലേക്ക് പോവാണ്, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റിലേക്ക് പോവാണ്. അതെന്താണ്? ഇപ്പൊ നോക്കിക്കേ, ആദ്യം ഏതാണ് ഡെവലപ്പ് ചെയ്ത്? ഫെർട്ടിലൈസേഷന് ശേഷം പെന്ന് ഡെവലപ്പ് ചെയ്ത് എൻഡോസ്പെർം. ഈ ന്യൂട്രിറ്റീവ് ടിഷ്യൂ ആയിട്ടുള്ള എൻഡോസ്പെർം ഉപയോഗിച്ച് സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നു. ഈ സമയത്ത് ഇതിന് പുറമേ കാണുന്ന ഓവ്യൂൾ എന്തായിട്ട് മാറുന്നു? സീഡായിട്ട് മാറുന്നു. നോർമലി ഈ സമയത്ത് ഓവ്യൂളിന് പുറമേയുള്ള എന്താണ്? ഓവറി, that becomes the fruit. Next we are going to discuss fruits. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ശ്രദ്ധിച്ചത് കെ. നമ്മൾ ഫ്രൂട്ടിലേക്ക് പോകും. ആൻജിയോസ്പെർം പ്ലാന്റിനെ സംബന്ധിച്ച് എന്താണ് ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദി ripened ovary after fertilization becomes the fruit. പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഈസ് ദ സ്റ്റിഗ്മ ആൻഡ് ദിസ് ഈസ് ദ സ്റ്റൈൽ ആൻഡ് ദിസ് ഈസ് ദ ഓവറി അല്ലേ? ഇവിടെ നമുക്ക് പ്ലാസന്റം, പ്ലാസന്റത്തിൽ നിന്ന് ഫ്യൂണിക്കിൾ, ദെൻ ബോഡി അല്ലേ? ഔട്ടർ ഇന്റർമെൻ, ഇന്നർ ഇന്റർമെൻ, ന്യൂസെല്ലസ്, എംബ്രിയോസാക്. ഇവിടെ ഫെർട്ടിലൈസേഷൻ ഒക്കെ നടന്ന് ഇപ്പൊ ഈ സ്ട്രക്ചർ എന്തായിട്ട് മാറി? സീഡായിട്ട് മാറി. ദിസ് ഈസ് ദ സീഡ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇവിടെ എത്ര ഓവ്യൂൾസ് ഉണ്ടോ അത്രയും ഓവ്യൂൾസ് സീഡായിട്ട് മാറും. ഇപ്പൊ മാംഗോയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് സിംഗിൾ സീഡഡ് ഫ്രൂട്ട് ആണ്. ഇപ്പൊ മറ്റു ചില കേസുകളിലാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അതിൽ കൂടുതൽ സീഡ്സ് കാണും. പപ്പായ എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് മേ കണ്ടെയ്ൻ മെനി സീഡ്സ്. അപ്പോൾ ഓവ്യൂൾ എല്ലാം സീഡ്സ് ആയിട്ട് മാറുന്നു. ഈ സമയം ഓവ്യൂളിന്റെ പുറമേയുള്ള ദിസ് ഓവറി ദാറ്റ് ബിക്കംസ് ദ ഫ്രൂട്ട്. ഇപ്പം ഇനി ഈ ഫ്രൂട്ടിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മളൊന്ന് കാണാൻ പോവാം പെട്ടെന്ന്. ഈ ഫ്രൂട്ടിന്റെ ഓളിന് വിളിക്കുന്ന പേര് പെരികാർപ്പ് എന്നാണ്. ഒന്ന് ശ്രദ്ധിക്കണേ. ഫ്രൂട്ട് വോൾ ഈസ് കോൾഡ് എന്ന് പറഞ്ഞ് എന്താണ്? ഫ്രൂട്ട് വോൾ ഈസ് കോൾഡ് ടെക്നിക്കലി
പെരികാർ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിനേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണേ. പെരികാർ. ഈ സമയത്ത് പെട്ടെന്ന് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടേം നിങ്ങളിൽ പരിചയപ്പെടുത്തുകയാണ്. ഇത് സീഡിൽ പറയേണ്ടതായിരുന്നു, ഒന്ന് ശ്രദ്ധിച്ച്. ദാറ്റ് ഈസ് പെരിസ്പെൻ. മിക്കവാറും എക്സാമിനേഷന് ചോദിക്കാറുണ്ട് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ പെരികാർ ആൻഡ് പെരിസ്പെൻ. ഒന്ന് ശ്രദ്ധിച്ച്. Pericarp is a structure that is present in the fruit and that is nothing but the fruit ball. എന്നാൽ perisper is a structure that is present in seed. ഓർക്കണേ, perisper എന്ന് ഞാനിവിടെ പറയാൻ പോവാണ്. എന്താണ് perisper എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കലി perisper is the remnant of nucellus that is present in the seeds even after its development. ഇപ്പൊ സാധാരണ കേസിൽ നമുക്കറിയാം ന്യൂസെല്ലസ് എന്ന് പറയുന്നത് ഓവ്യൂളില് കാണുന്ന സ്ട്രക്ചറാണ് അല്ലേ? ഫീമെയിൽ ഗാമറ്റോഫൈറ്റിന്റെ ഒരു സ്ട്രക്ചർ എന്തിനു വേണ്ടിയിട്ടാണ്? ന്യൂസെല്ലസ് ഒരു ന്യൂട്രിറ്റീവ് ടിഷ്യൂ. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഫോർ ദി ഡെവലപ്മെന്റ് ഓഫ് മെഗാസ്പോർ. അപ്പൊ നോക്കിക്കേ, മെഗാസ്പോർ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓവ്യൂളിൽ കണ്ട ഈ ന്യൂസെല്ലസ് നോർമലി മെഗാസ്പോർ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇല്ലാതാവും. പക്ഷെ അതിന്റെ അവശിഷ്ടങ്ങൾ even after the development of seed, ആ സീഡിനകത്തുണ്ട് എങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് പെരിസ്പെൻ. അപ്പൊ എന്താണ് പെരിസ്പെൻ? പെരിസ്പെൻ ഈസ് ദി remnant of, remnant എന്ന് പറഞ്ഞാൽ അവശിഷ്ടം, remnant of nucellus present in the seeds of some plants. ഇത് നോട്ടീസ് ചെയ്തിരിക്കുന്ന പ്രധാനമായിട്ടും നമ്മുടെ ബ്ലാക്ക് പെപ്പറില്, കുരുമുളകില്, പെപ്പറില് അതിന്റെ ആ പുറമെയുള്ള ഭാഗം മാറ്റിക്കെട്ടി കഴിഞ്ഞാല് യു ക്യാൻ സീ എ വൈറ്റിഷ് ടിഷ്യൂ ദാറ്റ് ഈസ് കോൾഡ് പെരിസ്പെൻ. പെപ്പർ മാത്രമല്ല, ബീറ്റ വൾഗാരിസ്, ബീറ്റ്റൂട്ടിൽ നിങ്ങൾക്ക് കാണാനായിട്ട് ബീറ്റിന്റെ സീഡില്, കോഫിയുടെ സീഡില് യു ക്യാൻ സീ ദ പ്രസൻസ് ഓഫ് പെരിസ്പെൻ. Okay, next we are going to discuss the classification of fruit that is based on many criteria. ഒന്ന് ട്രൂ ഫ്രൂട്ട് ആൻഡ് ഫോൾസ് ഫ്രൂട്ട് എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്, എങ്കിലൊന്നും പെട്ടെന്ന് പറഞ്ഞു പോകാം. ട്രൂ ഓർ ഫോൾസ് ഫ്രൂട്ട് എന്താണ്? ട്രൂ ഫ്രൂട്ട് ഈസ് എ ഫ്രൂട്ട് ദാറ്റ് ഈസ് ഡെവലപ്ഡ് ഓൺലി ഫ്രം ദി ഓവർ. ഓവറിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന, ഓവറി മാത്രം ഡെവലപ്പ് ചെയ്ത് ഫ്രൂട്ട് ആകുന്നതിനെയാണ് നമ്മൾ ട്രൂ ഫ്രൂട്ട് എന്ന് പറയുന്നത്. എന്നാൽ ചില കേസിൽ നമുക്കറിയാം along with the ovary some other parts, ഈ ഓവറിയോടൊപ്പം അല്ലെ ചിലപ്പോൾ തലാമസ് ആയിരിക്കാം, അല്ലെങ്കിൽ തലാമസോ റിസപ്റ്റക്കിൾ ഡെവലപ്പ് ചെയ്യാം. അത് ഡെവലപ്പ് ചെയ്തിട്ട് ചിലപ്പോൾ ഫ്രൂട്ടിന്റെ ഭാഗമായിട്ട് മാറും. അതിനാണ് നമ്മൾ ഫോൾസ് ഫ്രൂട്ട് ഓർ സ്യൂഡോകാർപ്പിക് ഫ്രൂട്ട് എന്ന് പറയും. Pseudocarpic fruit. Along with the ovary, the other parts of the flower also become the part of the fruit. Such fruits are called false fruit. Example നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? ആപ്പിള്, അതേപോലെ തന്നെ നട്ട്, അറാച്ചിസൈക്കോജിയ, കശുമാവ് അല്ലേ? അപ്പൊ ഇത് ശരിക്കും ദിസ് ഈസ് ദ ആക്ച്വൽ ഫ്രൂട്ട്. ഇതാണ് ഓവറി ഡെവലപ്പ് ചെയ്യുന്ന ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇതിനൊന്ന് നട്ടെന്നാണ്. പക്ഷെ ഇത് ശരിക്കും ഫോൾസ് ഫ്രൂട്ടാണ്. അതിനോടൊപ്പം ഫ്ലവറിന്റെ മറ്റു പാർട്ടും കൂടെ ഡെവലപ്പ് ചെയ്ത് എഡിബിൾ പാർട്ടായിട്ട് മാറുന്നു. ആപ്പിളിലും അങ്ങനെ തന്നെയാണ് അല്ലേ? ആപ്പിള് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി ദിസ് ഈസ് ദി ഫ്രൂട്ട്. ഇത് അതിന്റെ സീഡ്, ഇതാണ് അതിന്റെ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് എഡിബിൾ പാർട്ട് ഈസ് ദി പാർട്ട് ദാറ്റ് ഈസ് ഡെവലപ്ഡ് ഫ്രം ദി തലാമസ് ഓർ റിസപ്റ്റക്കിൾ. അപ്പോൾ ഇത് രണ്ടും ഏതിന് എക്സാമ്പിൾ ആണ്? സ്യൂഡോകാർപ്പിക് ഓർ ഫോൾസ് ഫ്രൂട്ടിന് എക്സാമ്പിൾ. എന്നാൽ മാംഗോ, this is an example of a true fruit. ഇനി വീണ്ടും ഫ്രൂട്ടിന്റെ ക്ലാസിഫിക്കേഷനിൽ ഇമ്പോർട്ടന്റ് ഫ്ലഷി ഫ്രൂട്ട് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്. ഫ്ലഷി ഫ്രൂട്ട് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്, അതായത് പെരികാർപ്പിനെ ബേസ് ചെയ്ത, പെരികാർപ്പ് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ഫ്രൂട്ടിന്റെ ബോളാണ്. അത് സോഫ്റ്റ് ആണ്,
ഫ്ലഷി ആണ് എങ്കിൽ മാംഗോ ഇറ്റ് ഈസ് കോൾഡ് ഫ്ലഷി ഫ്രൂട്ട്. ഇനി ഇവിടെ ഈ നട്ടിൽ നിങ്ങൾക്കറിയാം ദിസ് ഈസ് സോ ഹാർഡ്, ദ ഫ്രൂട്ട് ബോൾ ഓഫ് ദ പെരികാർപ്പ് ഈസ് സോ ഹാർഡ്, then it is called dry fruit. വീണ്ടും പല ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഡ്രൈ ഫ്രൂട്ട് തന്നെ ഡെഹീസ് ചെയ്യുന്ന ഫ്രൂട്ട് ഉണ്ട്, ഇൻഡഹിസന്റ് ഫ്രൂട്ട് ഉണ്ട്. ഇത് ഡ്രൈ ഇൻഡഹിസന്റ് ഫ്രൂട്ട് ആണ്. അതേപോലെ തന്നെ ഫ്ലഷി ഫ്രൂട്ട്സിനും ഒത്തിരിയേറെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. കാക്ടസുകൾ എന്ന് നമ്മൾ പറയും, ബെറി എന്ന് നമ്മൾ പറയും, ഡ്രൂപ്പ് എന്ന് നമ്മൾ പറയും. അത് പെരികാർപ്പിന് എപ്പികാർപ്പ് ഉണ്ടോ, മീസോകാർപ്പ് ഉണ്ടോ, എൻഡോകാർപ്പ് ഉണ്ടോ എന്നൊക്കെ അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അത് ഫസ്റ്റ് ഇയറിൽ ഫ്രൂട്ടിന്റെ വലിയ ക്ലാസിഫിക്കേഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ ട്രൂ ഫ്രൂട്ട്സ് ഉണ്ട്, ഫോൾസ് ഫ്രൂട്ട്സ് ഉണ്ട്, ഫ്ലഷി ഫ്രൂട്ട്സ് ഉണ്ട്, ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്. ഇനി പ്രധാനമായിട്ടും നമുക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഫ്രൂട്ട് അത് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് ആണ് കേട്ടോ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്? ഇത് പലപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. ഇപ്പൊ സാധാരണ ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യുന്നത് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് നടക്കുന്ന ഒരു സംഭവമാണ് അല്ലേ. എന്നാൽ ഫെർട്ടിലൈസേഷൻ കൂടാതെയും ആൻജിയോസ്പേം പ്ലാന്റ്സിൽ ഫ്രൂട്ടിന്റെ ഡെവലപ്മെന്റ് നടക്കാം. ആ പ്രോസസ്സിനാണ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ആനിമൽസിലും ഇത്തരത്തിലുള്ള ചില മെക്കാനിസംസ് ഉണ്ട്. Parthenogenesis, the development of individuals without act of fertilization. അല്ലേ, ഹണി ബീസിലൊക്കെ നമുക്ക് കാണാം. എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും the development of fruits without the act of fertilization, that can be called parthenocarpic fruit. Naturally occurring parthenocarpic fruits example ആയിട്ട് ബനാന ആണ് അല്ലെ. ഏത്തപ്പഴത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, പ്ലാന്റേനിൽ പഴത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും നമുക്ക് ഫെർട്ടൈൽ ആയിട്ടുള്ള സീഡ്സ് അവിടെ കാണാനായിട്ട് പറ്റിയേക്കാം. സീഡ്സ് ആർ ടോട്ടലി ആബ്സെന്റ്. ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ദ ഡെവലപ്മെന്റ് ഓഫ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് നാച്ചുറലി. ഇത് നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ചില ഗ്രേപ്സിലൊക്കെ ഇത്തരത്തിൽ ചില ഹോർമോൺ ട്രീറ്റ്മെന്റുകളൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പാർത്തനോകാർപ്പി എന്ന് പറയുന്ന പ്രോസസ്സ് നമുക്ക് ഇൻഡ്യൂസ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഗ്രേപ്സ് ഒക്കെ ഇപ്പൊ നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിരിക്കും. നമുക്ക് ഇഷ്ടമുള്ള ഗ്രേപ്സ് എന്ന് പറയുന്നത് കുരു ഉള്ളതാണോ കുരു ഇല്ലാത്തതാണ്? കഴിക്കാനായിട്ട് സുഖം അതാണ്, കുരു ഇല്ലാത്തതാണ്. അത് ഇത്തരത്തില് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ ഫ്രൂട്ട്. ഇനി ഫ്രൂട്ടിനെ കുറിച്ച് ക്ലാസിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. സിമ്പിൾ ഫ്രൂട്ട് ഉണ്ട്, അഗ്രിഗേറ്റീവ് ഫ്രൂട്ട് ഉണ്ട്, അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ഫ്രൂട്ട് ഉണ്ട്. പക്ഷെ അത് നമ്മുടെ പുസ്തകത്തിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ സീഡ് ഫോർമേഷനും ഫ്രൂട്ട് ഫോർമേഷനും പലതരത്തിലുള്ള സീഡ്സും പലതരത്തിലുള്ള ഫ്രൂട്ട്സും ഓൾറെഡി നമ്മൾ പങ്കുവച്ചു, പഠിച്ചു. കാര്യങ്ങളൊക്കെ പഠിക്കണം. അടുത്ത ക്ലാസ്സോടുകൂടി നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ തീരുകയാണ്. അത് ഈ സീഡിന്റെ വയബിലിറ്റി, അതുപോലെ തന്നെ ഒരു പ്രത്യേക തരത്തിലുള്ള സീഡ് ഫോർമേഷൻ, അപ്പോമിക്സിസ് എന്ന് പറയുന്നത്. ദാറ്റ് വിൽ ഡിസ്കസ് ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.